പ്രധാനം കർണാടകയിൽ നിന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുന്നു. ജി.കെ. ശിവകുമാർ ആയിരിക്കും പുതിയ മുഖ്യമന്ത്രി. ലോക്ഭവനിലെത്തി ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് കൈമാറി. ഇന്ന് രാത്രി ബംഗളൂരുവിലെ എത്തുന്ന ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് രാജിക്കത്ത് സ്വീകരിക്കും. രാജ്യസഭയിലേക്ക് ഇല്ലെന്നും MLA ആയി തുടരുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. നേതൃത്വത്തിന്റെ വാഗ്ദാനം സ്നേഹത്തോടെ നിരസിക്കുന്നുവെന്നും സിദ്ധരാമയ്യ. ನಾನು ಮುಖ್ಯಮಂತ್ರಿ ಸ್ಥಾನಕ್ಕೆ ರಾಜ್ಯಪಾಲರ ಭವನದಲ್ಲಿ ರಾಜೀನಾಮೆಯನ್ನು ಸಲ್ಲಿಸಿದ್ದೇನೆ. ಹೈಕಮಾಂಡ್ನವರು ಯಾವಾಗ ಸೂಚಿಸ್ತಾರೆ ಆವಾಗ ರಾಜೀನಾಮೆಯನ್ನು ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳಿದ್ದೆ. ಅದರ ಪ್ರಕಾರ ಮೊನ್ನೆ ಹೈಕಮಾಂಡ್ನವರು ರಾಜೀನಾಮೆ ಕೊಡಿ ಅಂತ ಹೇಳಿದ ಮೇಲೆ ನಾನು ನಾಳಿದ್ದು ರಾಜೀನಾಮೆ ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳಿದೆ. ಅಂದರೆ ಇಂದು ಹಾಗಾಗಿ ಇವತ್ತು ರಾಜೀನಾಮೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിൽ സിദ്ധരാമയ്യ പ്രതികരിച്ചില്ല. അതേസമയം DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിൽ 3 പേർ ഉപമുഖ്യമന്ത്രിമാരായേക്കും. സംസ്ഥാനത്ത് പുതിയ PCC അധ്യക്ഷനെയും കണ്ടെത്തേണ്ടതുണ്ട്. ബംഗളൂരുവിൽ നിന്ന് സജു ചാമ്പക്കാലയിൽ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ആദ്യം സജുവിലേക്കാണ്. സജു, അങ്ങനെ രാജിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകരുടെ വലിയ നിരയുണ്ടായിരുന്നു. അദ്ദേഹം രാജിവെക്കരുത് എന്നുള്ളൊരു ആവശ്യമൊക്കെ അണികൾക്കിടയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നു സിദ്ധരാമയ്യ. രാജി സമർപ്പിച്ചോ? അമൃത, 1.5 വർഷമായി കർണാടകയിൽ നീണ്ടുനിന്ന കസേര കളിക്ക് ഇന്നിപ്പോൾ വിരാമമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയം മുൻപാണ് രാജി സന്നദ്ധ അറിയിച്ച് ലോക്ഭവനിലെത്തിയ അദ്ദേഹം രാജിക്കത്ത് ഗവർണറുടെ ഓഫീസിൽ കൈമാറിയത്. ഗവർണർ ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം ചില പ്രത്യേക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാട്ടിൽ പോയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം ബംഗളൂരുവിൽ തിരിച്ചെത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്നാൽ ഇനിയിപ്പോൾ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണുള്ളത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഒപ്പമുണ്ടായിരുന്നത് DK ശിവകുമാർ, അതുപോലെ സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുപ്പക്കാരനായ ആഭ്യന്തര മന്ത്രി G. പരമേശ്വരി ഒപ്പമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ വാർത്താ സമ്മേളനം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. ഇതിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത്, അതായത് ഹൈക്കമാൻഡ് നൽകിയ ഓഫർ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് 2 വർഷം കൂടിയാണ് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ MLA സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യസഭാ സ്ഥാനം ഏറ്റെടുത്ത് OBC വിഭാഗത്തിന് മുഖമായിട്ട് കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് മുൻപോട്ട് വെച്ചിരുന്നു. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിപ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ നിരസിക്കുകയാണ്. അദ്ദേഹത്തിന് സംസ്ഥാനത്ത് തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹം. അദ്ദേഹം ഡൽഹിയിലേക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 4:30ക്കാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടും ഒക്കെയും കൂടിക്കാഴ്ച നടക്കും. നാളെ ആയിരിക്കും അദ്ദേഹം മടങ്ങിയെത്തുക. എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത്, സംസ്ഥാനത്ത് തന്നെ കർണാടകയിൽ തന്നെ ജനങ്ങളോടൊപ്പം തുടരാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത്. 2006-ലാണ് താൻ കോൺഗ്രസിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മുഖ്യമന്ത്രി സ്ഥാനം, പ്രതിപക്ഷ നേതാവ് സ്ഥാനം, മറ്റ് സ്ഥാനങ്ങളൊക്കെയും കോൺഗ്രസ് പാർട്ടി നൽകി. ഏകദേശം 20 വർഷത്തോളമായി അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ നേതാക്കളും, എല്ലാ പ്രവർത്തകരും തന്നെ ഒരു സഹോദരനെ പോലെ കണ്ടു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇനിയും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തന്നെയാണ് താൻ ആഗ്രഹിച്ചത്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും. പക്ഷേ ആ ചോദ്യത്തിൽ അദ്ദേഹം ഒരു കൃത്യമായ മറുപടി പറഞ്ഞില്ല. അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. പ്രത്യേകിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA-മാരുടെ തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് തീരുമാനം അനുസരിച്ചായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ആയിരുന്നതിൽ തീരുമാനമുണ്ടാകുക. അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഇടതുവശത്തായിട്ട് DK ശിവകുമാർ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖഭാഗത്ത് യാതൊരു ഭാവമാധ്യവസവും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ വാർത്താ സമ്മേളനം ആരംഭിച്ച് അതിന്റെ പര്യവസാനത്തിൽ എത്തുന്ന സമയം വരെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറിന്റെ മുഖഭാവത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് G. പരമേശ്വരൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെയും പറയുന്നു. പ്രത്യേകിച്ച് ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 2 വർഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 വർഷ കാലാവധിയിലേക്ക് അദ്ദേഹം മാറി നിൽക്കണമെന്നുള്ള അന്തിമ നിർദ്ദേശം നൽകിയത് രാഹുൽ ഗാന്ധിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മാറില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. 3 വർഷമായിട്ടും അദ്ദേഹം മാറിക്കൊടുക്കില്ല എന്നുള്ള ഒരു കടുംപിടുത്തം സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടെയാണ് ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ച് അദ്ദേഹം മാറിക്കൊടുക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അല്പസമയം മുൻപ് രാജിസന്നദ്ധ അറിയിച്ച് രാജിക്കത്ത് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവർണറുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ പക്കലാണ് ഈ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. വൈകിട്ടോടുകൂടിയാണ് തവർചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന കർണാടക ഗവർണർ, അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നും ബംഗളൂരിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. അതിനിപ്പോൾ ഓഫീസ് തലത്തിലുള്ള നിയമ നടപടികൾ മാത്രമാണ്. എന്തായാലും ഔദ്യോഗികമായിട്ട് ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന
DK ശിവകുമാറിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. സത്യപ്രതിജ്ഞ എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് 2 ദിവസത്തിനുള്ളിൽ വ്യക്തമാകും. എന്തായാലും ഏറ്റവും ഒടുവിൽ DK ശിവകുമാറിന്റെ ഇടപെടൽ, അദ്ദേഹം ഇന്ന് രാവിലെ 5:00 കൂടിയാണ് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയത്. കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും ഡൽഹിയിലേക്ക് പോയിരുന്നു. അവിടെ ഏകദേശം 8.5 മണിക്കൂറോളം നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകളാണ് നടന്നത്. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ നിന്നും സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുന്നു. ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന DK ശിവകുമാർ ഇനി കർണാടകയിൽ അധികാരം ഏറ്റെടുക്കും. സജു ചാമക്കാലയിലാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിലേക്ക് പോവുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, കഴിഞ്ഞ ദിവസം എല്ലാം തീരുമാനമാക്കി തിരിച്ചയച്ചതാണ് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ വിളിപ്പിക്കുന്നത് സിദ്ധരാമയ്യയോട് രാജ്യസഭയിൽ OBC വിഭാഗത്തിൽ നിന്നുള്ള മുഖമാകണം കോൺഗ്രസിന്റേത് എന്ന് പറയാനാണ്. അത് തന്നെ നേരത്തെ നിർദ്ദേശിച്ചതുമാണ്. പക്ഷേ സംസ്ഥാനത്ത് തുടരാനാണ് താല്പര്യം, MLA ആയി തുടരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ ഇനിയും പണി കൂടില്ലേ ഹൈക്കമാൻഡിന്? ഗോകുൽ, അമൃത, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അനുഭവിച്ചു വന്നിരുന്ന ഒരു തലവേദന അതിന് ശമനമായിരിക്കുന്നു. കർണാടകയിലെ രാഷ്ട്രീയ വടംവലി, മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വടംവലി, അത് ഒരു ശുഭാന്ത്യ പര്യവസായിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സൗഹാർദ്ദപരമായ ഒരു അധികാര കൈമാറ്റം ആണ് പുറമേക്കെങ്കിലും സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു. സാങ്കേതികമായി വൈകിട്ട് 7:30 ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് എത്തുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ രാജി സാധുവായി മാറുക. എന്തായാലും ആ ഒരു ഘട്ടമാകുമ്പോഴേക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുകയാണ്. സിദ്ധരാമയ്യയുമായും DK ശിവകുമാറുമായും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഏതാണ്ട് 6 മണിക്കൂർ തുടർച്ചയായി ഇരുവരുമായും പ്രത്യേകം ചർച്ചകൾ നടത്തിയിരുന്നു. ആ ഒരു ചർച്ചകളിൽ തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ എത്തിച്ച് ഒരു പദവി, ഉചിതമായ ഒരു പദവി നൽകുക എന്നുള്ള ഒരു നിർദ്ദേശമാണ്, വാഗ്ദാനമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ഡൽഹിയിലേക്ക് മാറുക അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് സ്വീകരിക്കുക എന്ന കാര്യം തനിക്ക് സമ്മതമല്ല എന്ന് സിദ്ധരാമയ്യ അറിയിച്ചിട്ടുണ്ട്. കർണാടക രാഷ്ട്രീയത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത്. എന്തായാലും പദവി അദ്ദേഹം ഒഴിയുകയാണ് മുൻധാരണയനുസരിച്ച്. എന്നാൽ ചില ഉപാധികൾ അദ്ദേഹം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയായി ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് വേണമെന്ന ആവശ്യമായിരുന്നു. അത് നിലവിൽ ഇപ്പോൾ അംഗീകരിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഉപമുഖ്യമന്ത്രിമാർ അവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ നിർണായകമായ നിലപാട് അത് സിദ്ധരാമയ്യയുടേതായിരിക്കും. ദളിത് വിഭാഗത്തിൽ നിന്ന് ഒന്നിലേറെ പേർ ഉണ്ടായേക്കുമെന്ന് ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ PCC അധ്യക്ഷനായ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതോടെ PCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്നും സംഘടനയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ആരൊക്കെ എന്ന കാര്യത്തിലും തീരുമാനം സിദ്ധരാമയ്യയുടേതായിരിക്കും. അദ്ദേഹം തന്റെ ചില പേരുകൾ ഇതിനകം തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഇന്ന് ഡൽഹിയിലെത്തുമ്പോൾ നടക്കുക. അദ്ദേഹം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി തന്നോട് അടുപ്പമുള്ള നേതാക്കൾക്ക് ഉചിതമായ പദവികൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ ചർച്ചകൾ നടത്തും. തുടർന്ന് വരാനിരിക്കുന്ന 2028 വരാനിരിക്കുന്ന കർണാടക തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെ പ്രവർത്തിക്കാനാണ് അദ്ദേഹവും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം ഡൽഹിയിലേക്ക് വരേണ്ടതില്ല, രാജ്യസഭാ സീറ്റ് സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഇന്ന് ഡൽഹിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തോട് വീണ്ടും അക്കാര്യം ആവശ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ താല്പര്യം കർണാടകത്തിൽ തന്നെ തുടരാനാണ്. ഒപ്പം തനിക്ക് അടുപ്പമുള്ള നേതാക്കളെ പ്രധാന പദവികളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശരി, അടുപ്പക്കാരെ പ്രതിഷ്ഠിച്ചാലും അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായി അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അതുമായി ചേർന്ന് പോകില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യയുടെ പ്രതികരണം വരുന്നത്. MLA ആയി തുടരുമെന്നൊക്കെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയാൽ ഹൈക്കമാൻഡ് ഇനിയും ഏറെ ചർച്ച നടത്തേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.